അമൃതം ഗമയ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജീവിത ചരിത്രം അധ്യായം 11 ഭാഗം 1 ദേവീഭാവം. സർവഭാവമയി ദുർഗാ ലീലാഭാവവിഹാരിണി ഭാവഗ്രാഹി മഹാമായ ഭാവവിവർജിത. മഹാമായ സർവഭാവമയാണ്, ഭാവാതീതയുമാണ്. കൃഷ്ണഭാവം തുടങ്ങിയിട്ട് 6 മാസമായി. 1975 അവസാനം. പതിവ് പോലെയുള്ള ഒരു ഭാവദർശന ദിവസം. അന്തരീക്ഷത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി ആരും സംശയിച്ചില്ല. കളരിയിൽ നിന്ന് മധുരമായ കൃഷ്ണഭക്തിഗാനങ്ങൾ മുഴങ്ങി. മന്ദസ്മേരമുഖനായി ഭഗവാൻ ഭക്തന്മാർക്ക് അനുഗ്രഹമരുളി ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് അന്തരീക്ഷം വിറകൊണ്ടു. വീട്ടുകാരും ഭാവത്തിന് വന്നിരുന്ന ഭക്തന്മാരുമെല്ലാം അന്താളിച്ചു നിന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല. കാര്യം ക്രമേണ വെളിവായി. ഭാവത്തിന് ആശ്രമത്തിൽ വരുന്നവർക്ക് ആദ്യകാലത്ത് വളരെ ക്ലേശം സഹിക്കേണ്ടി വന്നിരുന്നു. ആശ്രമത്തിലേക്ക് വരുന്നവരെ നാട്ടുകാർ വഴിവക്കിൽ അധിക്ഷേപിക്കും. അവർ അന്ധവിശ്വാസത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങെത്തിയാലും മോചനമില്ല. ആക്ഷേപിക്കുവാൻ കാത്തുകെട്ടി നിൽക്കുന്നവർ ആശ്രമനടയിൽ തന്നെയുണ്ട്. പോരെങ്കിൽ സുധാമണിയുടെ ആങ്ങളമാരും വീട്ടുകാരും തന്നെ പലരെയും ആട്ടി ഓടിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രത്യേക ദിവസം കൃഷ്ണഭാവത്തിന് വന്ന ഒരു ഭക്തനെ ആരോ കഠിനമായി അധിക്ഷേപിച്ചു. ആ ഭക്തൻ കളരിക്കകത്ത് വന്ന് ഭഗവാനോട് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ശാന്തമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണഭാവത്തിലുള്ള അമ്മയുടെ മട്ട് പെട്ടെന്ന് മാറി. മുഖത്ത് അതിഭയങ്കരമായ രൗദ്രഭാവം പ്രകടമായി. സർവസംഹാരകമായ ഭാവം. ക്രോധം കൊണ്ട് കണ്ണുകൾ കത്തിജ്വലിച്ചു. കൈകൾ ദേവീമുദ്ര പിടിച്ചു. അമ്മയുടെ മുഖത്തു നിന്ന് അത്യുഗ്രമായ ഒരു അട്ടഹാസം കേട്ട് എല്ലാവരും നടുങ്ങി. അസാധാരണമായ ഭാവപകർച്ചയും രൗദ്രഭാവവും കണ്ട് കളരിക്ക് അകത്തുണ്ടായിരുന്നവർ നടുങ്ങി വിറച്ചു. എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയായി. ആരോ കളരിയുടെ നട അടച്ചു. ഈ ക്രുദ്ധഭാവത്തിൽ അമ്മയെ മറ്റുള്ളവർ കാണരുത് എന്ന് ചിന്തിച്ചിരിക്കണം. ഭക്തന്മാർ വളരെ നേരം ശാന്തിമന്ത്രം ചൊല്ലുകയും കീർത്തനം കൊണ്ട് സ്തുതിക്കുകയും കർപ്പൂരദീപം കൊണ്ട് ആരാധന നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അമ്മ ശാന്തത അവലംബിച്ചത്. സുധാമണിയിൽ ഭദ്രകാളിയുടെ അനുഗ്രഹമുണ്ടായി എന്ന് സംസാരമായി. വാർത്ത വേഗം പരന്നു. ഇതേപ്പറ്റി അമ്മ പിന്നീട് പറഞ്ഞു. ഭക്തന്മാരെ ആക്ഷേപിച്ച ദുഷ്ടന്മാരെയെല്ലാം നശിപ്പിക്കണമെന്ന ഭാവം വന്നു. അപ്പോൾ അറിയാതെ അമ്മ രൗദ്രഭാവത്തിലായി, ഭദ്രകാളിയായി. അതിനുശേഷമാണ് അമ്മയുടെ ദേവീഭാവം ആരംഭിച്ചത്. ദേവീഭാവത്തിന് അമ്മ കളരിയിൽ കയറി കുറച്ചു കഴിഞ്ഞ് ദീപാരാധനയ്ക്കായി നട തുറക്കും. ദീപാരാധന നടത്തിയിട്ട് അമ്മ പടിഞ്ഞാറ് ദർശനമായിരുന്ന് അംബികേ ദേവി, ദേവി ഭഗവതി, അമ്മേ ഭഗവതി, നിത്യകന്യേ ദേവി തുടങ്ങിയ ഏതെങ്കിലും ദേവീകീർത്തനം പാടും. അടുത്ത് 1-2 സ്ത്രീകളും പെൺകുട്ടികളും കാണും. തീരാറാകുമ്പോൾ സുഗുണച്ചൻ്റെ അമ്മ മാധവി അമ്മയും ദമയന്തി അമ്മയും കൂടി അമ്മയുടെ തലയിൽ കുറച്ച് പൂക്കൾ അർപ്പിക്കും. തുടർന്ന് അമ്മ ദേവീഭാവം കൈക്കൊള്ളും. കൈകൾ ദേവീമുദ്രയിൽ പിടിച്ചിരിക്കും. ശംഖുവിളിയും മണിയടിയും സ്ത്രീകളുടെ കുരവിയുമെല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭജനയ്ക്കനുസരിച്ച് അമ്മ ദേവീഭാവമയ്യായി ആനന്ദനൃത്തം ചെയ്യും. പാട്ടുമുറുകും. അമ്മ പീഠത്തിലിരിക്കും. ശിരസിൽ കിരീടം കാണും. ആദ്യകാലത്ത് കിരീടമില്ലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭക്തന്മാർ അമ്മയെ മധുരമീനാക്ഷിയായി കാണുകയും കിരീടം സമർപ്പിക്കുകയും ചെയ്തു. ആദ്യം അമ്മ അത് സ്വീകരിച്ചില്ല. ഭക്തന്മാർ നിരാഹാര വ്രതമനുഷ്ഠിച്ച് നിർബന്ധിച്ചപ്പോഴാണ് അമ്മ കിരീടം വച്ചു തുടങ്ങിയത്. നട തുറക്കുമ്പോൾ ദേവിക്ക് ആരതി ഒഴിയും. ശംഖുവിളി, മണിയടി, കുരവ എല്ലാം കൊണ്ട് അന്തരീക്ഷം ഭക്തി നിർഭരമായിരിക്കും. ആളുകൾ തൊഴുതു നിൽക്കും. വേദമന്ത്രങ്ങൾ മുഴങ്ങും. ആരതിക്ക് ശേഷം ഭജന ആരംഭിക്കും. സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം 2 ക്യൂവിൽ നിന്ന് ഇടവിട്ട് കളരിയിൽ കയറി തുടങ്ങും. അകത്ത് കയറുന്ന ആളുകൾ അമ്മയെ നമസ്കരിക്കും. ചിലർ കർപ്പൂരവും സാമ്പ്രാണിയും മറ്റും പാദത്തിൽ വയ്ക്കും. നമസ്കരിച്ച് എഴുന്നേൽക്കുന്ന വ്യക്തിയുടെ ഭ്രൂമധ്യത്തിൽ അമ്മ ഇടത്തെ ചൂണ്ടുവിരൽ അമർത്തും. ഭക്തരുടെ മുഖം തോളിൽ ചേർത്ത് വച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ലൗകികവും ആധ്യാത്മികവുമായ കാരണങ്ങളാൽ കരയുന്നവരുടെ കണ്ണുനീർ കൊണ്ട് അമ്മയുടെ വസ്ത്രം നനഞ്ഞു കുതിരും.
അവരെ അമ്മ ആശ്വസിപ്പിക്കും. എല്ലാവരോടും അമ്മയ്ക്ക് ഒരേ പെരുമാറ്റമാണ്. സ്ത്രീ പുരുഷഭേദമോ ബാലവൃദ്ധഭേദമോ സാംക്രമിക രോഗിയെന്നോ ഒന്നും അമ്മയ്ക്കില്ല. പഴുത്തളിഞ്ഞ കുഷ്ഠരോഗികളെയും മദ്യപാനികളെയും വരെ അമ്മ മടിയിൽ പിടിച്ചു കിടത്തും. ഭസ്മം, ചന്ദനത്തിരി, പായസം തുടങ്ങിയ പ്രസാദങ്ങളും അഭയവും നൽകി അമ്മ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്നു. അമ്മ പലരുടെയും മാറാവ്യാധികൾ മാറ്റിയിട്ടുണ്ട്. ഭ്രാന്ത്, അപസ്മാരം, പ്രേതബാധ, മറ്റു ദുരിതങ്ങൾ എല്ലാമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ അമ്മയുടെ അടുക്കൽ വന്ന് രക്ഷ നേടിയിരിക്കുന്നു. ഓരോരുത്തർക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും അമ്മ നൽകും. ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയുവാൻ അമ്മ അവസരം കൊടുക്കുകയും അവയ്ക്കെല്ലാം പരിഹാരം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കളരിക്ക് മുന്നിൽ ഭക്തി വഴിഞ്ഞൊഴുക്കുന്ന ഭജന നടക്കുന്നുണ്ടായിരിക്കും. അമ്മയുടെ ദിവ്യ സാന്നിധ്യവും അമ്മയെ മാത്രം ശരണമാക്കിയ മക്കളുടെ പ്രേമം നിറഞ്ഞ ഭജനയും കൂടി ചേരുന്ന രാവുകൾ ആശ്രമാന്തരീക്ഷത്തെ ദേവഭൂമിയും ദിവ്യഭൂമിയുമാക്കി തീർക്കുന്നു. ആധ്യാത്മികമായ ഉദ്ദീപനമുണ്ടാകാതെ ഇവിടെ നിന്ന് ആർക്കും മടങ്ങുക പ്രയാസമാണ്. ഗംഗയിൽ മുങ്ങിയിട്ട് നനയാതെ കയറുന്നതെങ്ങനെ? അമ്മയുടെ ഭാവദർശനവും ഭജനയും സൃഷ്ടിക്കുന്ന ഭക്തിയുടെ അന്തരീക്ഷത്തിൽ ഒരിക്കലെങ്കിലും വന്നുപെടുന്നവർ ക്രമേണ ഈശ്വരനോട് അടുക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ഏത് ഭൗതികന്റെ ശിലാഹൃദയത്തെയും അലിയിക്കുവാനുള്ള ഭക്തിതരംഗം ഇവിടെ അലയടിക്കുന്നുണ്ട്. അമ്മയുടെ ഭാവദർശനത്തിന്റെ ഒരു വലിയ പ്രയോജനവും ഇതുതന്നെയാണ്. എത്രയെത്ര ലൗകികർ അമ്മയുടെ ഭാവദർശനത്തിന് വന്ന് ഉറച്ച ഈശ്വരവിശ്വാസികളും ഭക്തന്മാരും സാധകന്മാരുമായി മാറിയിരിക്കുന്നു. ഭാവദർശന സമയത്ത് കളരി മണ്ഡപത്തിൽ നിന്ന് ഉയരുന്ന കീർത്തനങ്ങൾ ശ്രോതാക്കളിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരേ സമയം പ്രദാനം ചെയ്യാൻ പര്യാപ്തങ്ങളാണ്. ആഗമാന്തപ്പൊരുളേ ജഗന്മയി, ആരറിയുന്നു നിന്നെ വിദ്യാമയി, ആനന്ദാത്മികേ നിത്യേ നിരാമയി, ആദിശക്തി പരാശക്തി പാഹി മാം, സർവാന്തരംഗ നിവാസിനി, സർവജ്ഞ നിർവാണ സൗഖ്യപ്രദാന പരായണി, ദുഷ്ടർക്കൊരിക്കലും കണ്ടുകിട്ടാത്തവൾ, ശിഷ്ടർ തൻ ധ്യാനത്തിലെന്നും വിളങ്ങുവോൾ, സത്വാദിശക്തിയാൽ ലോകങ്ങളൊക്കെയും കാത്തു കൽപ്പാന്തമെല്ലാം ഒഴിക്കുവോൾ, അപ്പരാശക്തി ദേവി ഭഗവതി കെൽപ്പു നൽകുകൻ ബുദ്ധിക്കനാരദം. ദേവീഭാവത്തിൻ്റെ വിശേഷത അമ്മ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കൃഷ്ണഭാവത്തിൽ എനിക്ക് ഒന്നിനോടും ഒരു ബന്ധവും തോന്നാറില്ല. ദേവീഭാവത്തിലാണ് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത്. എന്തെന്ത് പ്രശ്നങ്ങളുമായി വന്നാലും അമ്മയുടെ പക്കൽ നിന്ന് ആശ്വാസവും പരിഹാരവും ലഭിക്കും എന്നുള്ളത് അനുഭവസിദ്ധമാണ്. ദേവീഭാവ സമയത്താണ് അമ്മ കൂടുതൽ മന്ത്രദീക്ഷ നൽകാറുള്ളത്. ഇത് മിക്കവാറും വ്യാഴാഴ്ച ദിവസമായിരിക്കും. ഭാവസമയത്ത് കളരിയിൽ ഇരുന്ന് ധ്യാനിച്ചാൽ കൂടുതൽ ഏകാഗ്രത കിട്ടുമെന്നുള്ളത് അനുഭവമാണ്. അമ്മയെ വീശാനും പ്രസാദവും മറ്റും എടുത്തു കൊടുക്കുവാനും ഭാവസമയത്ത് അടുക്കൽ സ്ത്രീജനങ്ങൾ കാണും. എല്ലാവർക്കും ദർശനം നൽകിയതിനു ശേഷം എഴുന്നേൽക്കുന്ന അമ്മ കളരിയിൽ ഉള്ളവരുടെ തലയിൽ പുഷ്പം വിതറും. പിന്നീട് കളരി വാതിൽക്കൽ വന്ന് മന്ദസ്മേരവദനയായി ഭജന കേട്ട് ആനന്ദിച്ചു നിൽക്കും. അപ്പോൾ ഭജനയ്ക്കിരിക്കുന്നവരുടെ മേൽ അമ്മ പൂക്കൾ വാരി വിതറും. അന്തരീക്ഷത്തിൽ വന്നു നിൽക്കുന്ന സൂക്ഷ്മരൂപികളെ ഉദ്ദേശിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കും. സ്ഥൂല സൂക്ഷ്മങ്ങളായ സകലത്തിനെയും ബ്രഹ്മമായി കണ്ടുകൊണ്ട് അമ്മ അർച്ചന നടത്തുകയാണ്. ഈ സമയത്ത് അതാണ് ചെയ്യുന്നത്. സ്തോത്രാലാപനം കേട്ടുകൊണ്ട് കുറച്ചു നേരം നിൽക്കുമ്പോൾ നട അടയും. കുറച്ചു സമയം അമ്മ കളരിക്കകത്ത് ശവാസനം കിടക്കും. ഇത് എന്തിനെന്ന് അമ്മ പറയുന്നു. ഭാവസമയത്ത് ഒരുപാട് ലൗകികരുടെ വായു ശ്വസിക്കാനിടയാകുന്നു. അതിൻ്റെ അസ്വസ്ഥത മാറുവാൻ അമ്മ വായുവിനെ കുംഭിപ്പിച്ചു നിർത്തുന്നു. 24 മണിക്കൂർ ലൗകികത്തിൽ ഇടപെട്ടാലുള്ള ദോഷം 2 മിനിറ്റ് നേരത്തെ ഏകാഗ്രത കൊണ്ട് മാറും. ദിവസം മുഴുവനും തോട്ടി മലം വാരിയാലും 2-3 മിനിറ്റ് നേരത്തെ കുളികൊണ്ട് ദേഹത്തെ നാറ്റം പോകുമല്ലോ. അമ്മയുടെ ഏത് പ്രവൃത്തിക്കും ഇതുപോലെ ബാഹ്യമായി കാണുന്നതിനപ്പുറം ആന്തരികമായ അർത്ഥവും കാണും. പിന്നെ സാധാരണ ഭാവത്തിൽ അമ്മ വെളിയിൽ വരും. മണിക്കൂറുകളോളം, ചിലപ്പോൾ രാത്രി മുഴുവനും ഭാവത്തിന് ചെലവഴിച്ച അമ്മ മിക്കപ്പോഴും വിശ്രമിക്കാൻ പോകാറില്ല. അതിന് തരപ്പെടുകയില്ല. അമ്മയെ കണ്ട് യാത്ര പറയാൻ നിൽക്കുന്ന ഗൃഹസ്ഥ ഭക്തന്മാരെ നിരാശപ്പെടുത്തുന്ന കാര്യം അമ്മ ചിന്തിക്കുക പോലുമില്ല. വെളിയിൽ വന്ന് എല്ലാവരോടും കുശലം പറയും. ചിലരുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. ചിലരെ കുറച്ചു ദൂരം അനുയാത്ര ചെയ്തെന്നും വരും.
വിശ്രമിക്കാത്തതിൽ അന്തേവാസികൾ പരാതിപ്പെടുമ്പോൾ അമ്മ പറയും, നിങ്ങൾ എപ്പോഴും ഇവിടെയുണ്ട്. ഗൃഹസ്ഥ മക്കളോ? ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വയ്ക്കുന്ന കാശും കൊണ്ടാണ് പലരും ഇടയ്ക്ക് അമ്മയെ കാണാൻ വരുന്നത്. അവരോട് സംസാരിക്കാതെ ഞാൻ പോയി കിടന്നാൽ അവരുടെ ഹൃദയം നോവും. നിഷ്കാമ പ്രേമം, കരുണ, ക്ഷമ, സഹനം, ത്യാഗം ഇവയ്ക്കെല്ലാം മാതൃകയായി അമ്മയെ കാണുന്ന ഭക്തന്മാർ നിരവധിയാണ്. ഓരോ ഭാവദർശനവും അമ്മയുടെ അനന്തവും ദിവ്യവുമായ ശക്തിയുടെ ഈശ്വര പ്രകാശങ്ങളത്രേ. ആദ്യകാലത്തെ ഭാവദർശനത്തിൽ നിന്ന് പിന്നീട് ബാഹ്യമായ പല മാറ്റങ്ങളും അമ്മ വരുത്തി. കൃഷ്ണഭാവവും തുടർന്ന് ദേവീഭാവവുമായിരുന്നു നടപ്പ്. പിന്നെ കൃഷ്ണഭാവം നിർത്തി. ഭക്തന്മാരുടെ തൃപ്തിക്ക് വേണ്ടി അമ്മ സ്വീകരിച്ച ആഭരണാദി ആഡംബരങ്ങൾ ഒന്നൊന്നായി ചുരുക്കി. സ്വർണവും മണ്ണും ഒരുപോലെ കാണുന്ന അമ്മയെ ഭക്തന്മാർ അവരുടെ മാനസിക നിലയ്ക്കനുസരിച്ച് നിർബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുമായിരുന്നു. ക്രമത്തിൽ അമ്മ അത് കുറയ്ക്കുകയും പകരം രുദ്രാക്ഷം കൊണ്ടുള്ള ആഭരണങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. രോഗിയായ കുഞ്ഞിനെ ചികിത്സിക്കുമ്പോൾ അമ്മയും പഥ്യം ആചരിക്കേണ്ടതുണ്ട്. അതുപോലെ സ്വർണഭ്രമമുള്ള ആളുകളുടെ ഭ്രമം മാറ്റാൻ അമ്മ സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. സ്വർണവും കല്ലും അമ്മയ്ക്ക് തുല്യമാണ്. പക്ഷേ അമ്മ സ്വർണ്ണാഭരണമണിഞ്ഞാൽ മറ്റുള്ളവരും അത് മാതൃകയാക്കും. സന്യാസമാർഗം ഉപദേശിക്കുന്ന അമ്മ സ്വയം ത്യാഗം കാണിച്ചു കൊടുത്തു. ചെറുപ്പത്തിൽ അമ്മ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. എങ്കിലും 1979 അവസാനം മുതൽ സ്ഥിരമായി വെള്ളവസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഭാവസമയത്ത് മാത്രം നിറമുള്ള വസ്ത്രം പിൽക്കാലത്ത് അണിഞ്ഞു പോന്നു. ഭാവത്തെ സംബന്ധിച്ച പല സംശയങ്ങൾക്കും അമ്മ പലപ്പോഴായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: അമ്മ കൃഷ്ണദേവീ ഭാവങ്ങൾ സ്വീകരിക്കുവാൻ കാരണമെന്താണ്? അമ്മ മറുപടിയായി പറയുന്നു, പ്രധാനമായും അമ്മ കൃഷ്ണനെയും ദേവിയെയുമാണ് ഉപാസിച്ചത്. അതുകൊണ്ട് ആ ഭാവങ്ങൾ സ്വീകരിക്കാനിടയായി. രണ്ടാമതായി, കൃഷ്ണൻ ശുദ്ധ ചൈതന്യവും ദേവി സൃഷ്ടിലീലയുമാണ്. ഈ രണ്ടു ഭാവത്തിൽ എല്ലാം അടങ്ങുന്നു. കൂടാതെ കേരളത്തിൽ കൃഷ്ണദേവി ഭക്തന്മാരാണ് കൂടുതൽ. അവർക്ക് വേണ്ടി ഈ രണ്ടു ഭാവങ്ങൾ കൈക്കൊണ്ടു. ചോദ്യം: സാധാരണ സമയത്തും ഭാവസമയത്തും ഒരേ അമ്മ തന്നെ. പുറമേ നിന്നൊരു ശക്തി അമ്മയിൽ പ്രവേശിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നു. എങ്കിൽ ഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? അമ്മ: ഭാവസമയത്ത് ഞാൻ എൻ്റെ ആവരണങ്ങളിൽ 2-3 മാറ്റുന്നു. മായയുടെ അനേകമട്ടി ആവരണങ്ങൾ കൊണ്ട് തൻ്റെ ദിവ്യത്വത്തെ മൂടി സാധാരണ സ്ത്രീയെപ്പോലെ വ്യവഹരിക്കുന്ന അമ്മ ഭാവസമയത്ത് താൻ ആര് എന്നതിൻ്റെ മിന്നലാട്ടം കാണിക്കുന്നു. ചോദ്യം: ഭാവത്തിന് പ്രത്യേക സമയമുണ്ടോ? അമ്മ: ഇല്ല, ഏത് സമയത്തും ഭാവം സ്വീകരിക്കാം. സങ്കല്പിക്കേണ്ട താമസമേ ഉള്ളൂ. ഞായർ, ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ആദ്യകാലത്ത് ഭാവം പ്രകടമായത്. പിന്നീട് അത് നടപ്പായി. ചോദ്യം: ഭാവത്തിന് കൃഷ്ണവേഷവും ദേവീവേഷവും എന്തിനാണ്? അമ്മ: ഏത് ഭാവമാണെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കാൻ അത് സഹായിക്കും. പോലീസ് വേഷത്തിന് പ്രാധാന്യമുള്ള പോലെ ജനങ്ങൾ വേഷത്തിന് വില കൽപ്പിക്കുന്നുണ്ട്. സാധാരണ ഭാവത്തിൽ അമ്മയോട് മണിക്കൂറുകൾ സംസാരിച്ചാലും തൃപ്തിയാകാത്തവർ ഭാവസമയത്ത് 1 നിമിഷം സംസാരിച്ച് സംതൃപ്തരാകുന്നുണ്ട്. ഈശ്വരനോട് നേരിട്ട് സങ്കടം പറഞ്ഞ ഒരു അനുഭവം അവർക്ക് അപ്പോൾ ലഭിക്കുന്നു. ശരിയായ ആധ്യാത്മികതയ്ക്ക് ഇങ്ങനെ പ്രകടനം ആവശ്യമില്ല എന്ന് വിമർശിക്കുന്നവരുണ്ട്. അവതാരങ്ങളുടെയും മഹാത്മാക്കളുടെയും പ്രവർത്തന ശൈലികൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിവിടെ ഓർക്കണം. തന്നെയല്ല, ദിവ്യ വ്യക്തികളുടെ പ്രവർത്തന തത്വം യുക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കുക വയ്യ. അനുഭൂതി തലത്തെയും ആശ്രയിക്കേണ്ടി വരും. എങ്ങനെയെന്നോ, സാധകന്മാർക്ക് അമ്മ സ്വപ്നത്തിലും ധ്യാനത്തിലും ദർശനം നൽകാറുണ്ട്. അപ്പോൾ അമ്മ ശരിക്കും ദേവിയാണെന്ന ബോധമാണ് സാധകന് ഉണ്ടാകാറ്. മനുഷ്യ സ്ത്രീ എന്ന് തോന്നാറില്ല. ഇതിന് എത്രയെങ്കിലും ഭക്തന്മാർ സാക്ഷികളാണ്. അമ്മ വള്ളിക്കാവിൽ ഇരിക്കുമ്പോൾ തന്നെ ദൂരദിക്കുകളിൽ ഭക്തന്മാർക്ക് പല രീതിയിൽ പ്രത്യക്ഷ ദർശനം നൽകിയ അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ സ്വപ്ന ദർശനത്തിലും ധ്യാന ദർശനത്തിലും മറ്റും പ്രത്യക്ഷയാകുന്ന പരാശക്തിയായ അമ്മയുടെ ഒരു വെറും നിഴൽ മാത്രമാണ് കൃഷ്ണദേവീഭാവങ്ങളിലും സാധാരണ ഭാവത്തിലും കാണപ്പെടുന്നത് എന്ന് അമ്മയുടെ അനുഭവസ്ഥരായ ഭക്തന്മാർക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അമ്മയുടെ ഈശ്വരത്വത്തിന്റെ പ്രതീകാത്മകമായ ആവിഷ്കാരമാണ് കൃഷ്ണദേവി ഭാവദർശനങ്ങൾ എന്ന് കരുതാവുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് പ്രതീകങ്ങൾ ആവശ്യമാണ്. ചോദ്യം: ഭാവസമയത്തെ കാര്യങ്ങൾ പിന്നീടും അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മ: ഉണ്ട്. അത് മനസ്സിലായപ്പോഴാണ് ഭാവസമയത്തെ അമ്മയും സാധാരണ അമ്മയും ഒന്നാണ് എന്ന് ബ്രഹ്മചാരി മക്കൾ കണ്ടുപിടിച്ചത്. ആദ്യകാലത്ത് ഇവിടെ വന്ന ബ്രഹ്മചാരി മക്കളെ അമ്മ തന്റെ ശരിയായ രൂപം മനസ്സിലാക്കിയില്ല. ഒടുവിൽ അവർ കരഞ്ഞ് പറഞ്ഞപ്പോഴാണ് ശരിയായ സ്വരൂപം വെളിവായത്. അമ്മയും ദേവിയും അഭിന്നമെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ.
ശരീരം വെടിയുന്നതുവരെ ആരും അത് അറിയരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഭാവസമയത്തെ കാര്യങ്ങൾ ഭാവം കഴിഞ്ഞാലും അമ്മയ്ക്ക് ഓർമ്മയുണ്ടെന്ന് ബ്രഹ്മചാരി മക്കൾ മനസ്സിലാക്കി. ചോദ്യം: മുമ്പ് ഭാവത്തിന് വളരെ ആൾക്കാർ വന്നിരുന്നു, പിന്നെ കുറഞ്ഞതെന്താണ്? അമ്മ: മുമ്പ് ലൗകികർ കാര്യസാധ്യത്തിനാണ് വന്നിരുന്നത്. കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും പിന്നെ വരേണ്ടതില്ലല്ലോ, അതാണ് ലൗകികരുടെ രീതി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നിരന്തരം ആയിരക്കണക്കിന് ആൾക്കാർ അമ്മയുടെ ഭാവദർശനത്തിന് വരുന്നുണ്ട്. അഹങ്കാരമില്ലാതെ അമ്മയെ ആശ്രയിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അവരുടെ ഭൗതികവും ആധ്യാത്മികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു. ഞാൻ പറയുന്നത് പോലെ 4 വർഷം സാധന ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താമെന്ന് അമ്മ ഉറപ്പു നൽകുന്നു. അമ്മ പറയുന്നത് പോലെ സാധന അനുഷ്ഠിക്കണമെന്ന് മാത്രം. ഈശ്വര ദർശനവും ആത്മസാക്ഷാത്കാരവും മുക്തിയുമൊന്നും അത്ര വിദൂരത്തിലല്ല. വ്യാകുലതയുള്ളവർക്ക് ഇതെല്ലാം സമീപമാണ്. ശരിക്ക് തൃഷ്ണയുണ്ടെങ്കിൽ കാലം പ്രശ്നമല്ല. 3-4 വർഷം തന്നെ ഏറെയാണ്. ചിലപ്പോൾ അതിൽ കുറഞ്ഞ സമയം കൊണ്ടും ലക്ഷ്യത്തിലെത്താം. പക്ഷേ സദ്ഗുരുവിൻ്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് തീവ്രമായ വ്യാകുലതയോടും തൃഷ്ണയോടും കൂടി സാധന അനുഷ്ഠിക്കണം. മുങ്ങി മരിക്കാൻ തുടങ്ങുന്നയാൾ വെള്ളത്തിൽ താഴുമ്പോൾ രക്ഷിക്കാൻ വിളിക്കുന്നത് പോലെ ഈശ്വരനെ വിളിക്കണം. അതല്ലെങ്കിൽ തീ പിടിച്ച വീട്ടിനുള്ളിൽ പെട്ടുപോയവൻ സഹായത്തിന് വിളിക്കുന്നത് പോലെ വിളിക്കണം. ആ വ്യാകുലത ഉണ്ടെങ്കിൽ ലക്ഷ്യം അകലെയല്ല. ഇത്തരം ഈശ്വരോന്മുഖതയിലേക്ക് ആളുകളെ നയിക്കുകയാണ് അമ്മയുടെ ഭാവദർശനത്തിന്റെ ലക്ഷ്യം. സമദർശിയായ അമ്മ ഭാവസമയത്ത് ഭേദബുദ്ധിയില്ലാതെ എല്ലാവരെയും തൊടുന്നത് ആക്ഷേപത്തിന് കാരണമായി തീർന്നു. അവിശ്വാസികൾ കളിയാക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ ഭാവദർശനത്തിന് കയറിയിട്ട് അനാവശ്യമായ ഓരോ ചോദ്യം ചോദിക്കാനും മറ്റും തുനിഞ്ഞു. ഇതെല്ലാം സുഗുണാനന്ദനെ വിഷമിപ്പിച്ചു. എന്നെങ്കിലും ഒരിക്കൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാനുള്ളതാണ്. ഭാവം ഇങ്ങനെ പോയാൽ നാണക്കേടാണ്. ഇത് നിർത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി. മൂത്ത സഹോദരൻ സുഭകനും ഇതേ ചിന്താഗതിക്കാരനായിരുന്നു. ഒരു ദിവസം സുഗുണച്ചൻ ദേവീഭാവസമയത്തെ കളരിയിൽ കയറി ദേവിയോട് ഇങ്ങനെ സങ്കടമുണർത്തിച്ചു: കുഞ്ഞിൻ്റെ ദേഹത്ത് നിന്ന് ദേവിയമ്മ മാറിത്തരണം. ഇവിടെ ഞങ്ങൾക്ക് ഭാവം വേണ്ട. അവളെ വിവാഹം കഴിപ്പിച്ചയക്കണം. എനിക്കെൻ്റെ മോളെ വിട്ടുതരണം. ദേവി: വളർത്തച്ഛ, നിന്റെ മോളോ? സുഗുണച്ചൻ: അതെ, എൻ്റെ മോൾ തന്നെ. ദേവീദേവന്മാർക്ക് വളർത്തച്ഛന്മാരുണ്ടോ? ദേവി: ഞാൻ നിങ്ങളുടെ മകളെ തിരികെ തന്നാൽ അത് അല്പദിവസത്തിനുള്ളിൽ ജീർണിച്ചു പോകും. അത് ഒരു ശവശരീരം മാത്രമായിരിക്കും. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സുഗുണച്ചന് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു: ദേവി എൻ്റെ മകളുടെ ദേഹത്തു നിന്നും മാറിത്തരണം. അമ്മ പറഞ്ഞു: എങ്കിൽ ഇന്നാ നിന്റെ മോളെ എടുത്തോളൂ. ഉടനെ തന്നെ അമ്മ മരിച്ചു വീണു. അനക്കമില്ല. അമ്മയുടെ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിലും നോക്കിയപ്പോൾ ജീവനില്ല. ഇടിയും വിളിയുമായി. വെളിയിൽ ഭാവത്തിന് വന്നിരുന്ന ജനങ്ങൾ അമ്പരന്നു. സുഗുണച്ചന്റെ എന്തോ തെറ്റുകൊണ്ട് ദേവി സുധാമണിയുടെ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു എന്ന വാർത്ത പരന്നു. മണിക്കൂർ 6-7 കഴിഞ്ഞു. അപ്പോഴത്തെ വ്യാകുലത പറഞ്ഞറിയിക്കുക വയ്യ. കളരിയിൽ കുഞ്ഞിന്റെ ശവം മരിവിച്ചു കിടക്കുന്നു. എല്ലാവരും ജീവച്ഛവങ്ങളായി കാത്തു നിൽക്കുന്നു. സുഗുണച്ചന്റെ നില ഏറ്റവും പരിതാപകരമായി എന്നേ പറയേണ്ടു. ശവത്തിന്റെ തലയ്ക്കൽ വിളക്ക് കൊളുത്തി വെച്ചപ്പോൾ ദുഃഖം കൊണ്ട് ചില ഭക്തന്മാർ ബുദ്ധിഭ്രമം വന്ന് പിച്ചും പേയും പറയാൻ തുടങ്ങി. ചിലർ കുഞ്ഞിന്റെ ദേഹത്ത് ശ്വാസസഞ്ചാരമുണ്ടോ എന്നറിയാൻ മൂക്കിനടുത്ത് വിരൽ വെച്ച് പരിശോധിച്ചു. ബോധം കെട്ടുവീണ സുഗുണച്ചൻ ബോധം തെളിഞ്ഞപ്പോൾ ദേവിയോടായി കരഞ്ഞു പ്രാർത്ഥിച്ചു: ദേവി, ഞാൻ ഇനി മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുകയില്ല. കുഞ്ഞിനെ ഞങ്ങൾക്ക് തരേണേ. ഹൃദയഭേദകമായ ആ പ്രാർത്ഥന ദേവി കേട്ടു. മരിച്ചു കിടന്നിരുന്ന സുധാമണിയിൽ വീണ്ടും ജീവന്റെ ലക്ഷണങ്ങൾ തെളിഞ്ഞു. അല്പം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മ എഴുന്നേറ്റു. അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി. ഇതേപ്പറ്റി അമ്മ പറയുന്നു: അവരുടെ മകളെ വിട്ടുകൊടുക്കണമെന്നാണല്ലോ ദേവിയോട് പറഞ്ഞത്. അവരുടെ മകളാണെങ്കിൽ ജീവൻ കൊടുക്കാൻ കഴിയണം. അതവർക്ക് പറ്റിയില്ലല്ലോ. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഏറി വന്നാൽ ശരീരം മാത്രമേ മാതാപിതാക്കളുടെ വകയായിട്ടുള്ളൂ. മകളെ ചോദിച്ചപ്പോൾ ശരീരം അങ്ങ് വിട്ടുകൊടുത്തു. അതോടെ ശല്യം അവസാനിച്ചു. പിന്നീട് കല്യാണാലോചന ഉണ്ടായിട്ടില്ല. അമ്മയുടെ ഭാവം തുടങ്ങിയിട്ട് 3 വർഷമായപ്പോഴേക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഭക്തജനങ്ങൾ വള്ളിക്കാവിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം ഭാവദർശനം അവസാനിപ്പിക്കുവാൻ യുക്തിവാദി സംഘക്കാരും അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റിക്കാരും മറ്റും പ്രവർത്തനം ഊർജിതമാക്കി. അമ്മയുടെ ആധ്യാത്മിക പ്രഭാവം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അത് ഇടയ്ക്കിടെ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അമ്മ താൻ തിരഞ്ഞെടുത്ത പാതയിൽ ഉറച്ചു നിന്നു. ലോകത്തിൽ മഹാത്മാക്കളുടെ ആഗമനം ഈശ്വരന്റെ മുൻകൂട്ടിയുള്ള കർമ്മ പദ്ധതി അനുസരിച്ചാണ്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരാരും തങ്ങളുടെ പ്രവർത്തന പഥത്തിൽ നിന്ന് പിന്മാറുക പതിവില്ല. അമ്മയുടെ ജീവിതവും അതിനുദാഹരണമായി തീർന്നു.
ഈശ്വരനെ മുൻനിർത്തിയുള്ള ഒരു പ്രവർത്തനവും തളരുകയില്ല എന്ന് അമ്മയുടെ ജീവിതം സാക്ഷ്യം വഹിക്കുന്നു. അതേസമയം മഹാത്മാക്കളുടെ പ്രവർത്തന മാർഗത്തിൽ കാലം പൂക്കൾ വിരിച്ച് കാത്തിരിക്കുന്നതും കാണാറില്ല. അനേകം പ്രതിബന്ധങ്ങളോടെ ഏറ്റുമുട്ടി അവരുടെ മഹത്വം കൂടുതൽ പ്രഭചൊരിയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. 1978 മധ്യമായപ്പോൾ ഇടമണ്ണേൽ ഗൃഹത്തിന്റെ അന്തരീക്ഷത്തിൽ അല്പം ഇരുൾ പരക്കുകയുണ്ടായി. എന്നാൽ ഭാവിയിൽ അമ്മയുടെ മഹത്വം ആളുകൾ കൂടുതൽ മനസ്സിലാക്കുവാൻ അതും പ്രയോജനപ്പെട്ടു എന്ന് കാലം തെളിയിച്ചു. അത് എന്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. അമ്മയുടെ മൂത്ത ആങ്ങളയായ സുനിൽകുമാറിന്റെ, അതായത് സുഭകന്റെ പ്രകൃതത്തിൽ ഇക്കാലത്ത് ചില വ്യതിയാനങ്ങൾ കാണപ്പെട്ടു. സുഭകൻ ഒരു നിരീശ്വരവാദിയായിരുന്നപ്പോൾ തന്നെ വീട്ടിൽ അച്ചടക്കം പാലിക്കുന്നതിൽ കർശനക്കാരനായിരുന്നു. മറ്റ് സഹോദരങ്ങൾക്ക് മുൻകോപിയായ സുഭകൻ ഒരു പേടി സ്വപ്നമായിരുന്നു എന്ന് പറയാം. സഹോദരിയുടെ ഭാവത്തോട് സുഭകന് യോജിക്കാൻ കഴിഞ്ഞില്ല. ഭജനയും ഭക്തജനത്തിരക്കും നാട്ടിലെ യുക്തിവാദികളുടെ അധിക്ഷേപവുമെല്ലാം സുഭകന് ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട് ഭാവത്തിന് വരുന്ന പല ആൾക്കാരെയും പിന്തിരിപ്പിക്കാനും സുഭകൻ ശ്രമിച്ചിരുന്നു. കർമ്മഫലമോ ഈശ്വരവിധിയോ എന്തെന്നറിഞ്ഞുകൂടാ. ഇക്കാലത്ത് സുഭകൻ ഒരു രോഗിയായി തീർന്നു. മന്ദിന്റെ ആരംഭം കയ്യിലും കാലിലും കണ്ടു തുടങ്ങി. സ്ഥിരമായി ഇംഗ്ലീഷ് ചികിത്സയ്ക്ക് വിധേയനായി. കൂടാതെ ഇടയ്ക്കിടെ മറ്റു ചികിത്സകളും പരീക്ഷിച്ചു നോക്കുകയുണ്ടായി. താൻ മാറാരോഗിയായി കഴിഞ്ഞു എന്ന ചിന്ത ആ ഭൗതികവാദിയെ അത്യന്തം നിരാശനാക്കി. ഇതോടെ ആത്മഹത്യാവാസന പ്രകടിപ്പിക്കാനും തുടങ്ങി. മനക്ലേശം കൊണ്ട് ഉറക്കമില്ലാതായ സുഭകൻ ഉറക്കം വരുന്നതിനുള്ള ഗുളികകൾ കഴിക്കാൻ തുടങ്ങി. ക്രമേണ മാനസിക സന്തുലനം തന്നെ തകരാറിലായി. ഒരു ദിവസം അമ്മ ദമയന്തി അമ്മയെ വിളിച്ചു പറഞ്ഞു, അണ്ണന് ആയുസ്സുള്ളതായി കാണുന്നില്ല. അതിൻ്റെ പരിഹാരമായി അമ്മ മൗനവ്രതം എടുക്കണം. വ്രതം മുടങ്ങുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കണം. അതനുസരിച്ച് ദമയന്തി അമ്മ മൗനവ്രതം തുടങ്ങി. എങ്കിലും ദുശ്ശകുനമെന്നോണം വ്രതം മുടങ്ങി. ഇത് വീട്ടുകാരുടെ മനസ്സിൽ ആശങ്ക വളർത്തി. വ്രതം മുടങ്ങുന്നത് നന്നല്ലെന്നാണ് വിശ്വാസം. ഒരു ദിവസം ഭാവത്തിന് വന്ന ഒരു മുസ്ലിം ഭക്തയെ മാനസിക നില തെറ്റിയ സുഭകൻ അധിക്ഷേപിച്ചു. അവരും മറ്റു ചിലരും അമ്മയോട് വന്ന് സങ്കടം പറഞ്ഞു. അമ്മ അവരോട് പറഞ്ഞു, സുഭകന്റെ ആയുസറ്റിരിക്കുകയാണ്, അതാണിങ്ങനെ ദുഷ്കർമ്മം ചെയ്യുന്നത്. ഭാവസമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞ വിവരമറിഞ്ഞ് സുഗുണച്ഛൻ പരിഭ്രമിച്ച് ഓടിവന്ന് പാദങ്ങളിൽ വീണ് മാപ്പിരന്നു. സുഭകനെ രക്ഷിക്കണമെന്നപേക്ഷിച്ചു. അപ്പോൾ അമ്മ ദേവീഭാവത്തിൽ പറഞ്ഞു, ഞാൻ ആരെയും ശിക്ഷിക്കുന്നില്ല. ഓരോരുത്തരും കർമ്മഫലം അനുഭവിക്കണം, അല്ലാതെ പറ്റില്ല. മ്ലാനത തിങ്ങിയ ചില ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ എല്ലാവരെയും വിഷമിപ്പിച്ച ആ സംഭവം നടന്നു. രോഗം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്ന് കത്തെഴുതി വച്ച ശേഷം സുഭകൻ 2/6/1978 രാത്രിയിൽ ആത്മഹത്യ ചെയ്തു. അന്നേ ദിവസം അമ്മ ഭജനയ്ക്ക് വേണ്ടി ഒരു ഭക്തന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇത് ഇടമണ്ണേൽ വീട്ടിൽ അല്പം ചലനം സൃഷ്ടിച്ചു. ആത്മഹത്യയല്ല എന്ന് പ്രചരിപ്പിക്കുവാൻ എതിരാളികൾ ശ്രമിച്ചു. എങ്കിലും ഫലിച്ചില്ല. ആത്മഹത്യ ചെയ്യുകയാണെന്ന് സുഭകൻ സ്വന്തം കൈപ്പടയിൽ എഴുതിവെച്ച കത്ത് പോലീസിന് കിട്ടി. ചില ബന്ധുക്കൾക്കും സ്നേഹിതന്മാർക്കും എഴുത്തയക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സ്ഥിരീകരിച്ചു. നിയമപ്രശ്നങ്ങൾ ഒന്നും ഉദ്ഭവിച്ചില്ല. എന്നിട്ടും എതിരുകാർ ദുഷ്പ്രചരണം നടത്തി. തന്റെ മകനെ ജീവനെപ്പോലെ സ്നേഹിച്ചിരുന്ന സുഗുണച്ഛനെ മകന്റെ മരണത്തിൽ അപരാധിയാക്കുവാൻ വരെ എതിരാളികൾ തയ്യാറായി. അങ്ങനെ ഇടയ്ക്കിടെ കളരിയിൽ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമെല്ലാം മാറി മാറി വീശിക്കൊണ്ടിരുന്നു. ഈശ്വരശക്തിയെ ഒന്നും തടയുകയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അമ്മയുടെ ത്യാഗസമ്പന്നമായ ജീവിതം മുന്നോട്ടു നീങ്ങി. സുഭകന്റെ മരണശേഷം 16 ദിവസം കഴിഞ്ഞ് വീണ്ടും ഭാവം ആരംഭിച്ചപ്പോൾ സുഗുണച്ഛൻ ദേവീഭാവത്തിന് കളരിയിൽ വന്ന് ദേവിയുടെ മുന്നിൽ സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ദേവി തന്റെ മകനെ രക്ഷിക്കാഞ്ഞതിൽ പരാതിപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, വിഷമിക്കേണ്ട, മരിച്ചുപോയ നിങ്ങളുടെ മകൻ 3 വർഷത്തിനകം ഈ വീട്ടിൽ തന്നെ മകനായി ജനിക്കും. അന്ന് സുഗുണച്ഛൻ്റെ പെൺമക്കളുടെ ആരുടെയും വിവാഹം നടന്നിരുന്നില്ല. താമസിയാതെ മൂത്ത മകൾ കസ്തൂരിയുടെ വിവാഹം നടക്കുകയും ദേവീഭാവത്തിൽ അമ്മ പറഞ്ഞ കാലാവധിക്കകം ശിവൻ എന്ന മകൻ ജനിക്കുകയും ചെയ്തു. കസ്തൂരിയുടെ ഗർഭാരംഭത്തിൽ തന്നെ അമ്മ ഗർഭസ്ഥ ശിശുവിന് ശിവൻ എന്ന് നാമകരണം ചെയ്യുകയും എല്ലാവരും ആ പേര് വിളിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. അമ്മ പേരിട്ട സ്ഥിതിക്ക് കുട്ടി ആണായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. അമ്മ ഒരിക്കൽ പറഞ്ഞു, സുഭകന്റെ മരണശേഷം ആത്മാവ് 3 വർഷം ഈ ആശ്രമാന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഇവിടുത്തെ വേദമന്ത്രങ്ങളും നാമജപവുമെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ കഴിഞ്ഞു. അങ്ങനെ പാപം കുറച്ചൊക്കെ ക്ഷയിച്ചതിന് ശേഷമാണ് വീണ്ടും ഇവിടെ തന്നെ ശിവനായി അവന് ജന്മം കൊടുത്തത്. 1985 4 വയസ്സുള്ള ശിവന് സന്യാസിയാകണം എന്ന ഒറ്റ ആഗ്രഹമേയുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് ഓം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിൽ ശിവന് വലിയ താല്പര്യമാണ്.
അമൃതംഗമയ മാതാ അമൃതാനന്ദമയുടെ ജീവിത ചരിത്രത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. ഏവർക്കും ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.